വർത്തമാനകാല രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വരികൾക്കിടയിലെത്തുന്നത് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് പെരിയ ഇരട്ട കൊലപാതകമാണ്. അതിൽ റവന്യൂ മന്ത്രി ആ വീട്ടിൽ പോയത്, അവിടം സന്ദർശിച്ചത് ഇടതുമുന്നണിയുടെ തീരുമാനപ്രകാരമല്ല, ധാരണപ്രകാരമല്ല എന്ന് കൺവീനർ പറഞ്ഞത്, CPM-ന്റെ അതിനകത്തുള്ളൊരു അസ്വസ്ഥത, ഇതെല്ലാം പ്രകടമായി. സത്യത്തിൽ മന്ത്രി പോയത് നന്നായോ? നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ ഒരു മുന്നണിയുടെ മിനിമം പരിപാടിയിൽ പെടുന്ന ഒരു മരണം വീട്ട് അന്വേഷിക്കുന്നു. ആ കൊലപാതകത്തിൽ ഗവൺമെൻറ് ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരാൾ അനുശോചനം അറിയിക്കാൻ പോയതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ ഈ എ വിജയരാഘവന് കൺവീനർ സ്ഥാനത്തിരുന്ന ഒരു പക്വതയില്ലായ്മ അതല്ല. വിജയരാഘവൻ ഇത് പിന്നെ കറക്റ്റ് ചെയ്തല്ലോ. വിജയരാഘവൻ പറഞ്ഞത് ആ ലക്ഷ്യത്തിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് പ്രസക്തി ഇല്ലാതായി. പക്ഷേ അതിൽ പ്രകടമായ ഒരു അസ്വസ്ഥതയില്ലേ സർ? അതായത് CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു, ഉടൻ CPI മന്ത്രി അവിടെ പോകുന്നു എന്ന് പറയുന്നൊരു അവസ്ഥ കൺവീനർക്ക് തന്നെ തോന്നിയോ? CPM പ്രതിക്കൂട്ടിലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. CPM പ്രതിക്കൂട്ടിൽ ആയിരുന്നെങ്കിൽ അവരെ സഹായിക്കാൻ തയ്യാറാകും. അവർക്കതിന് മടിയില്ല. ഇപ്പോൾ ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു പരസ്യമായിട്ട് നിന്നല്ലോ, ഒരു നിൽക്കുമെങ്കിൽ നിൽക്കും. ഇത് കേട്ടിടത്തോളം കണ്ടിടത്തോളം സബ് ജുഡീസാണ്. എന്നാൽ പോലും കേട്ടിടത്തോളം നമ്മൾ കണ്ടിടത്തോളം ഈ പെരിയ കൊലപാതകം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ വെഞ്ചൻസാണ്. കാരണം അയാളെ നേരത്തെ ഉപദ്രവിച്ചിട്ടുണ്ട്, അയാളുടെ കൈയടിച്ചൊടിച്ചെന്തൊക്കെയാണ് പത്രത്തിൽ വാർത്ത വന്നത്. പക്ഷെ അത് രാഷ്ട്രീയമായ വൈരാഗ്യമാണ്, ഇവർ തമ്മിലുള്ളൊരു വ്യക്തിപരമായ വൈരാഗ്യമല്ല. അതിപ്പോൾ എല്ലാത്തിനും വേണമെങ്കിൽ കുറച്ചത് പറയാം. രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈ രാഷ്ട്രീയ വൈരാഗ്യത്തെ സാർ ഒരു വ്യക്തി വൈരാഗ്യം എന്ന നിലയിലേക്ക് ഇപ്പോൾ TP കേസിലും അങ്ങനെയാണ് CPM പറഞ്ഞത്. പിടിച്ചിരിക്കുന്ന പ്രതികളിൽ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന 5 പേരെ കൂടാണ്. റിമാൻഡ് ചെയ്തിരിക്കുന്ന 6 പേരാണ് മൊത്തം, പീതാംബരൻ ഉൾപ്പെടെ. അതിൽ ഒരാളോടൊക്കെ ഇന്ന് പത്രം പറയുന്ന അറിയില്ലായിരുന്നു പിടിച്ചെടുത്തോളം. അവരെല്ലാം വളരെ അടുത്ത കൂട്ടുകാരാണ്. പാർട്ടിയാണെങ്കിൽ കുറേ കൂടെ പാർട്ടിക്കാരാരെങ്കിലും വരണ്ടേ? അത് വന്നിട്ടില്ലല്ലോ. TP കേസിൽ കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്ന് CPM തന്നെ പറയുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്തനെ പാർട്ടി പ്രത്യേകമായി സഹായിക്കുകയും വ്യത്യസ്തമായി അയാൾ നിരപരാധിയാണെന്ന് CPM വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതിലൊരു ശരിയില്ലായ്മയില്ലേ? കുഞ്ഞനന്തൻ ഇതിൽ പോകുന്ന ആളല്ല. കുഞ്ഞനന്തൻ അങ്ങനത്തെ ഒരാളല്ല. കുഞ്ഞനന്തൻ ഈ കൊലപാതകത്തിൽ പെട്ടിട്ടില്ല എന്ന് പാർട്ടിയുടെ അന്വേഷണത്തിലും പാർട്ടിയുടെ തെളിവെടുപ്പിലും ബോധ്യപ്പെട്ടതുകൊണ്ട്. പക്ഷേ കോടതി ശിക്ഷിച്ച ഒരാളെ പൊതുസമൂഹം പൂർണ്ണമായും തള്ളിപ്പറഞ്ഞൊരു കൊലപാതകത്തിൽ ഈ നിലയിൽ കൈയച്ച് സഹായിക്കുന്നതും പരസ്യമായി പാർട്ടി സെക്രട്ടറി തന്നെ പിന്തുണയ്ക്കുന്നതും ധാർമ്മികമായി ഉചിതമാണ്. അത് കോടതിക്ക് തെറ്റുപറ്റാനും പാടില്ലേ? കോടതി മനുഷ്യനല്ലേ? ഇപ്പോൾ പല ശിക്ഷകളും നിരപരാധികളെയല്ലേ ശിക്ഷിക്കുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ CPM ജില്ലാ സെക്രട്ടറിയെ കോടതി വെറുതെ വിട്ടു, P. മോഹൻ മാസ്റ്ററെ വെറുതെ വിട്ടു, പക്ഷേ കുഞ്ഞനന്തനെ വെറുതെ വിട്ടില്ല. അല്ല, ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ വെറുതെ വിട്ടു. പിന്നീടാണ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയത്. വേറൊരു കാര്യം, ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞത് എവിഡൻസ് ഇല്ല. ഈ കോടതി സത്യമല്ല നോക്കുന്നത്, കോടതി തെളിവാണ് നോക്കുന്നത്. അപ്പം തെളിവിൽ കുഞ്ഞനന്തനുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചെയ്യുന്നവരുടെ രാഷ്ട്രീയ ബോധം എന്തെന്ന് കോടിയേരി അടക്കം ചോദിക്കുന്നു. ഈ പറഞ്ഞ പീതാംബരന്റെ രാഷ്ട്രീയ ബോധത്തെയാണ് അങ്ങനെ ചോദ്യം ചെയ്തത്. അതേ കോടിയേരി തന്നെ ഇതേ തെരഞ്ഞെടുപ്പ് കാലത്ത് കുഞ്ഞനന്തന്റെ നിരപരാധിത്വത്തെ ആവർത്തിക്കുന്നത് പൊതുസമൂഹം ഏറ്റെടുക്കുമോ? അത് മുന്നണിക്കോ നല്ലതാണോ? പൊതുസമൂഹം ഏറ്റെടുക്കുമെന്ന് ചോദിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയുന്നത് ഏത് പത്രം എഴുതിയാലും ഏത് ചാനൽ കാണിച്ചാലും അവരൊരു സ്വയം ഒരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തൽ ഇപ്പോൾ എങ്ങനെയൊക്കെ വരുമെന്നുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോൾ TP കേസിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ആ വിലയിരുത്തൽ, ആ കാലത്തെ വിലയിരുത്തൽ ജനങ്ങളുടെ ഒരു താൽക്കാലികമായ കാര്യമാണ്. അതെ, ആ താൽക്കാലികമായതാണെങ്കിൽ പോലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കോടിയേരി പറയുകയാണ് കുഞ്ഞനന്തൻ അടക്കം ഇതിൽ നിരപരാധിയാണ് എന്ന് പാർട്ടി ന്യായീകരിക്കുകയും പീതാംബരനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന നിലയിലെടുക്കുന്ന ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഇതിനേക്കാൾ വലിയൊരു കാര്യം വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യവും അത് തന്നെ ഇപ്പോൾ എടുക്കുന്ന അപലപിക്കുന്ന ആത്മാർത്ഥതയില്ലായ്മയുടെ ഒരു സൂചനയിലെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള താങ്കൾ പറയുന്നത് 2 ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പോയിക്കോളുമെന്നൊരു നിഷ്ഠൂരമായ എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ധരിക്കരുത്, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇതിനുള്ള ഈ ബഹളമങ്ങ് പോകുന്നു, കാര്യം അവിടെ നിൽക്കും. ഈ കൊലപാതകം തന്നെയാണ്, പീതാംബരനാണ് ഇത് ചെയ്തത്. ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകമില്ല, നീചമാണ്, ഹീനമാണ്, അതിനെപ്പറ്റിയൊന്നും ഒരു സംശയമില്ല. പക്ഷേ പൊതുജനം ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ അനുഭവത്തിൽ
വളരെ പെട്ടെന്ന് ആരെത്തണം. പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞു കാര്യം അവിടെ നിൽക്കും. ഇപ്പോൾ പി ജയരാജൻ കൊലക്കുറ്റം ചുമത്തപ്പെട്ട് നിൽക്കുന്നു. ഈ പറഞ്ഞ പെരിയ ഇരട്ട കൊലപാതകം, ഇത്തരം സാഹചര്യങ്ങൾ, മട്ടന്നൂർ ഷുഹൈബ് വധക്കേസ്, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണി അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം എന്നത് ഇടതുമുന്നണിക്ക് ദോഷകരമാകുന്ന വിധത്തിലേക്ക്, പ്രത്യേകിച്ച് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം, ആ മേഖലകൾ, വടകര, ഈ മേഖലകളെയൊക്കെ ദോഷകരമായി ബാധിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയല്ലേ കാര്യമായി അവിടെ നിന്നാൽ? അല്ല, കാര്യമായി കുറച്ച് നിൽക്കുമെന്ന് വിചാരിക്കണം. കുറച്ച് ദോഷം ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. കാരണം കൊലപാതകമൊന്നും ഇഷ്ടപ്പെടുന്നവരല്ല നമ്മുടെ ജനങ്ങൾ. വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അത് കുറേയൊക്കെ നടക്കും, അവിടെ ചോദിക്കാനും പറയാനും ആളില്ല. പക്ഷേ കേരളം പോലൊരു സ്ഥലത്ത് കൊലപാതകം പോലെ, അതുകൊണ്ടാണല്ലോ വളരെ പെട്ടെന്ന് തന്നെ മാർക്സിസ്റ്റ് പാർട്ടി റിയാക്ട് ചെയ്തല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി പെട്ടെന്ന് റിയാക്ട് ചെയ്തു. കാരണം കേരളത്തിലെ ജനങ്ങളുടെ പൾസറിയാവുന്നു അവർ റിയാക്ട് ചെയ്തു, തള്ളി പറഞ്ഞു. പാർട്ടി അറിഞ്ഞില്ല, എല്ലാം ഒരു പീതാംബരനാണെന്ന് പറഞ്ഞു. അവിശ്വസനീയമായി പീതാംബരനാണെന്ന് പാർട്ടി പറഞ്ഞില്ലല്ലോ, പീതാംബരനെ പുറത്താക്കിയല്ലോ. അല്ല, പീതാംബരനാണെന്ന് റെസ്പോൺസിബിൾ എന്നേ പറഞ്ഞുള്ളൂ. പണ്ട് TP കേസിന് മുൻപ് പൂക്കുല പോലെ ചിതറും തല എന്ന് പറഞ്ഞതുപോലെയുള്ള വിവാദ പരാമർശങ്ങൾ ചിതയിൽ വെക്കാൻ പോലും ഉണ്ടാവില്ല, ബാക്കിയായി ഉണ്ടാവില്ല എന്ന് പറയുന്ന നേരത്തെ പ്രസംഗങ്ങളൊക്കെ ഒരു മുന്നറിവിന്റെ. ആ പ്രസംഗം മുഴുവൻ കേൾക്കണം. ആ പ്രസംഗത്തിന്റെ ഒരു വരി നടത്തി എൻ്റെ പഞ്ചാബ് മോഡൽ പ്രസംഗം, എൻ്റെ പഞ്ചാബ് മോഡൽ പ്രസംഗം പോലെ ഒരു വരി എടുത്തിട്ടേച്ച് പറഞ്ഞിട്ട് അതിൻ്റെ പിമ്പും പറഞ്ഞത് പറയാതിരുന്നാൽ ഉണ്ടാകാവുന്ന ആപത്ത് ഈ പ്രസംഗത്തിലും ഉണ്ടായി. ഇതെല്ലാം പറയുമ്പോഴും ഈ CPM-ന്റെ ഇത്തരം ശൈലിക്കെതിരെ UDF-ന്റെ സ്ഥാപക നേതാക്കൾ ഒരാളായിരുന്ന ശ്രീ R. ബാലകൃഷ്ണൻ ഒരുപാട് കാലം വിമർശിച്ചിട്ടുള്ളയാളാണ്. ഇന്നിപ്പോൾ താങ്കൾക്ക് ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയാകുമ്പോൾ അതേ CPM-നെ ന്യായീകരിക്കേണ്ടി വരിക. ഞാൻ ന്യായീകരിക്കില്ല, ഈ കേസ് CPM ഔദ്യോഗികമായി അറിഞ്ഞാണ് എന്ന് സാഹചര്യ തെളിവ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ UDF-ലാണെങ്കിലും എൻ്റെ നിലപാടിതാ. ഇപ്പോൾ TP വധക്കേസ് വന്നപ്പോൾ എടുത്ത നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. പാർട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. TP കേസ് ഒരു രാഷ്ട്രീയ വധം തന്നെയല്ലേ? TP കേസിൽ ഇതിനേക്കാൾ കുറെ കൂടെ രാഷ്ട്രീയമുണ്ട്. TP-യോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ്. അതെ, അത് പക്ഷേ ഇവിടെ ഈ നിലയിലെത്തും എന്ന് TP കേസിൽ പങ്കെടുത്തവരും കരുതി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത്ര വലിയ ആസൂത്രണം ചെയ്യുമ്പോൾ എന്താവും സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് കാലം പോലും പ്രശ്നമല്ല എന്ന നിലയിൽ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ലേ അത് സംഭവിക്കുന്നത്. അതെ, അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത്. അപ്പോൾ ഇതിനെല്ലാം തമ്മിലൊരു സമാനതകൾ ഒരുപാടുണ്ട്. അത് നമ്മളിതിനെ ഒറ്റപ്പെട്ടതായി മാറ്റി നിർത്താൻ കഴിയാത്ത ഒരുപാട് സമാനതകൾ. ഇതങ്ങനല്ല, ഇത് ദീർഘകാലമായി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പക, അതിൻ്റെ ഒരു കൺക്ലൂഷനാണിത്. അത് ഒരു തരം ഡ്രാഫ്റ്റിംഗ് ആണ് ശ്രീ R. ബാലകൃഷ്ണപിള്ള താങ്കളും പറയുന്നത്. കാരണം അങ്ങനെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പകയുണ്ടെങ്കിൽ അത് അപകടമാണ് എന്ന് കണ്ടാൽ അത് തിരിച്ചറിയാനും ഇടപെടാനും കഴിയുന്നതാണ് CPM എന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനം. അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ആ വീട്ടുകാരുടെ പരാതി നോക്കൂ, ഒടുവിൽ തള്ളി പറയുന്നു, എല്ലാ കുറ്റവും ചുമത്തപ്പെടുന്നു എന്ന നിലയിൽ അവർക്ക് കേസെടുത്തിട്ടുണ്ടല്ലോ പോലീസ്. അത് മറ്റവരുടെ പേരിലുമുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഈ കാലത്ത് ഇത് ഒരു സ്പർദ്ധയായി വളരുന്നതിന്റെ ഒരു അപകടമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്ക് ഞാൻ അനാവശ്യമായി CPM-നെ സപ്പോർട്ട് ചെയ്തൊന്നും ധരിക്കരുത്, അങ്ങനെ കൊടുക്കുകയും വേണ്ട. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. CPM അറിഞ്ഞ് ഔദ്യോഗികമായി നടന്ന ഒരു കൊലപാതകമാണ് ഈ കൊലപാതകമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് മുന്നണി ഇതിനെ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് എതിരാവുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, അതിനെ അതിജീവിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മുന്നണിക്കില്ലേ? ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇവിടെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷങ്ങളല്ലേ ജയിച്ചത്. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയില്ലേ? അതെ, ചിലയിടത്തെങ്കിലും കൊല്ലം ജില്ലയിലെങ്കിലും 3-ാം സ്ഥാനത്തേക്ക് പോയി. 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. 1-ാം സ്ഥാനത്ത് അന്നും ഉണ്ടായിരുന്ന CPM കൂടുതൽ വോട്ട് വാങ്ങിച്ചു. പക്ഷെ BJP 2-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. BJP 2-ാം സ്ഥാനത്തേക്ക് വന്ന കോൺഗ്രസിന്റെ വോട്ടാ പോയി. പക്ഷെ പല അഭിപ്രായ സർവേകളും പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമ സർവേകളും പറയുന്നത് 16 സീറ്റ് വരെ UDF-നെന്നാണ്. ഒരു കാര്യം എനിക്കറിയാം, കഴിഞ്ഞ തവണ UDF ജയിച്ച ചില സീറ്റുകളെങ്കിലും ഇത്തവണ നിശ്ചയമായും LDF പിടിച്ചെടുക്കും. അങ്ങനെ ഒരു പൊതു പ്രസ്താവന നടത്തുമ്പോൾ ഞാൻ കാര്യത്തിലേക്ക് നേരിട്ട് വരാം. ശ്രീ R. ബാലകൃഷ്ണപിള്ളയ്ക്കും താങ്കളുടെ പാർട്ടിക്കും നല്ല സ്വാധീനമുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് കൊല്ലവും അതിനേക്കാൾ ഉപരി മാവേലിക്കരയും. ഈ 2 മണ്ഡലങ്ങൾ, ഇപ്പോൾ മാവേലിക്കരയിലേക്ക് വന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. R. ബാലകൃഷ്ണപിള്ള പിന്തുണയ്ക്കുമ്പോൾ കൊടിക്കുന്നിൽ ജയിക്കുകയും എതിർത്തപ്പോൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എതിർക്കുന്ന സാഹചര്യമാണ്. എന്താവും മാവേലിക്കരയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിക്കുന്ന സീറ്റുകളിൽ ഒന്നായിരിക്കും മാവേലിക്കര. അതായത് തിരിച്ചു പിടിക്കുമെന്ന് മാത്രമല്ല, അതൊരു നല്ല പിടുത്തമായിരിക്കും.
പക്ഷേ താങ്കൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിശ്വാസി പക്ഷത്ത് നിൽക്കുന്നവരായിരിക്കില്ലേ? അവർ താങ്കളെ കൂടി കൈയൊഴിഞ്ഞ് UDF-നോ BJP-ക്കോ വോട്ട് ചെയ്താലോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ശബരിമലയ്ക്കെതിരല്ലോ. ഞാൻ ശബരിമലയുടെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഇന്നും NSS പറഞ്ഞ അഭിപ്രായം തന്നെ. അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കുന്ന ഒരു പരിപാടിയും കോടതികൾ ഉൾപ്പെടെ പങ്കെടുക്കാൻ പാടില്ലെന്നാണ്. ഈ വിധിന്യായത്തെ ഞാൻ അനുസരിക്കേണ്ടി വരും, പക്ഷെ എതിർപ്പുണ്ട്. പക്ഷേ അത് തിടുക്കത്തിൽ നടപ്പാക്കിയ ഒരു സർക്കാരിന്റെയും മുന്നണിയുടെയും ഭാഗമാണ് താങ്കൾ. നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് വിശ്വാസിക്ക് കൂടെ തോന്നണ്ടേ? അല്ല, വിശ്വാസിക്ക് തോന്നുമല്ലോ. വിശ്വാസം നടന്ന പന്തളത്താണല്ലോ ആദ്യം ഇത് തുടങ്ങിയത്. ഈ അപ്സർജി തുടങ്ങുന്ന അവിടെയാണ്. അവിടെ BJP-ക്ക് 6 വോട്ടാ കിട്ടിയ ഒരു വാർഡിൽ ഈ സംഭവത്തിന് ശേഷം മുനിസിപ്പൽ കൗൺസിലിലേക്ക് കിടന്ന തെരഞ്ഞെടുപ്പിൽ 6 വോട്ടാ കിട്ടിയത്. വളരെ കൂടുതലൊന്നും കിട്ടിയില്ല. BJP-യുടെ ഇരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തിൽ. മാത്രമല്ല, BJP-ക്ക് കിട്ടുന്ന വോട്ടുകൾ ഇതുവരെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ അത് UDF-ന്റെ വോട്ടുകളാണ് കിട്ടുന്നത്, LDF-ന്റെ വോട്ടുകളല്ല. പക്ഷേ 2016 അവരുടെ ശ്രദ്ധ മറിച്ചായിരുന്നു. BDJS-നെ കൂടെ കൂട്ടി ഇടത് വോട്ടുകൾ, വിശേഷിച്ച് CPM-ന്റെ ഹൈന്ദവ വോട്ടുകൾ പിടിച്ചെടുക്കാനാണ് BJP ശ്രമിച്ചത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിപ്പോൾ കുറച്ചുകൂടെ കുറയും. ഒന്നാമത് BJP-യുടെ അന്തചിഹ്നം. 2, ഇത് ഒരു പൊതുവായിട്ട് ബാധിക്കും ശബരിമല എന്ന് ഞാൻ കരുതുന്നില്ല. ശബരിമല ബാധിക്കും, ഒരു വലിയ വിഷയമാവില്ലെന്നാണ്. കുറച്ച് ബാധിക്കും. ശബരിമല ഈ വിചാരിക്കുന്ന ഒരു വിഷയമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചില സർവേകൾ പറയുന്നത് ശബരിമലയാണ് എല്ലാ തരത്തിലെയും പ്രധാനപ്പെട്ട വിഷയം എന്നാണ്. അല്ല, ഈ സർവേ പറയുന്നത് ഇപ്പം ഞാൻ പല സർവേയും പറഞ്ഞു. ഞാൻ പലരോടും ചോദിച്ചു, നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പല യോഗത്തിലും ചോദിച്ചു, ഞങ്ങളുടെ യോഗങ്ങളിൽ ചോദിച്ചു, ഇടതുപക്ഷ യോഗങ്ങളിൽ ചോദിച്ചു. നിങ്ങളെ ആരെങ്കിലും സർവേക്കാരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് ആളുകൾ ഇല്ല എന്നാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോഴും ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറയുന്നത് പ്രതിഷേധിക്കാൻ, ഈ വിധിക്കെതിരെ പ്രതിഷേധിച്ച് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അവർ രാഷ്ട്രീയമായി ഒരു നിലപാട് ഇടതുമുന്നണിക്കെതിരെ എടുക്കില്ല. അതിനൊരു കാരണം ഞാൻ പറയാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരീശ്വരവാദികളാണെന്നൊരു പ്രചരണമുണ്ട്. ഇപ്പോൾ BJP ഇപ്പോൾ കൂടുതൽ നടത്തുന്നുണ്ട്. അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അർത്ഥം കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞ ഞങ്ങളുടെ പ്രവർത്തകരിലും അനുഭാവികളിലും ഏറെയും വിശ്വാസികളാണെന്ന് തുറന്നു പറയാൻ മടിയില്ല എന്നാണ്. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിലേക്ക് ഞാൻ വരുന്നത്. എൻ്റെ അടുത്ത വാചകം അതായിരുന്നു. അതായത് ഇതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകൾ ധാരാളമാണ്. ഞാനൊരു വിദ്യാർത്ഥി ഫെഡറേഷൻ ആയിട്ടില്ല. വിദ്യാർത്ഥി യൂണിയൻ്റെ ചെറിയ പ്രവർത്തകനായിരുന്ന കാലത്താണ് ശബരിമല പോയത്. ശബരിമല പോകുന്നതിൽ നല്ലൊരു ശതമാനമുള്ളവരാണ്. പക്ഷെ അവർ രാഷ്ട്രീയമായി അവർ വോട്ടും ചെയ്യും. വലിയ നിരീശ്വരവാദികളും കൊലപാതകികളും കുഴപ്പക്കാരുമാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലും അവർക്ക് വോട്ട് കിട്ടിയല്ലോ. ഇന്നത്തെ കാൻഡിഡേറ്റ്സിനെയൊക്കെ വെച്ചുകൊണ്ട് ഇടതുപക്ഷം ജയിക്കുന്ന. കാരണം 30,000 വോട്ടിൻ്റെ വ്യത്യാസമല്ലേ. മാണിയും ജോസഫും പിരിഞ്ഞ് 2 ഗ്രൂപ്പായി UDF-ൽ തുടരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇടതുമുന്നണിക്ക് ശബരിമല പ്രശ്നം അനുഭാവികളുടെയും പ്രവർത്തകരുടെയും അടക്കം വോട്ട് ചോർത്തില്ല. വിശ്വാസികളാണ് അവരിൽ കൂടുതലെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മാവേലിക്കരയുടെ സ്ഥിതി ഞാൻ പറഞ്ഞില്ലേ. മാവേലിക്കര ഹൈന്ദവർ വളരെ കൂടുതലുള്ള ഒരു നിയോജക മണ്ഡലമാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ ഏതാണ്ട് 20,000 വോട്ടിന് മറ്റുമാണ് വളരെ ബുദ്ധിമുട്ടി ജയിച്ചത്. ഇത്തവണ എൻ്റെ വിശ്വാസം 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലും നല്ല ലീഡ് കാണുമെന്ന്. കൊട്ടാരക്കര 1500 2000 വോട്ട് കഴിഞ്ഞ തവണ കൊടിക്കുന്നിൻ്റെ ലീഡാണ്. ഇത്തവണ 10,000-ങ്ങളായിരിക്കും എതിർ LDF കാൻഡിഡേറ്റിൻ്റെ ലീഡ്. പത്തനാപുരം അത് തന്നെ, പോണ്ടൂർ അത് തന്നെ, ചടയമംഗലം അത് തന്നെ. അതൊക്കെ കൊല്ലത്താണ്. അപ്പോൾ കൊല്ലത്തും സ്ഥിതി മാറും എന്നാണോ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറയുന്നത്? എൻ്റെ ഒരു വിശ്വാസം ഇന്നത്തെ കാൻഡിഡേറ്റ്സിനെയൊക്കെ വെച്ചുകൊണ്ട് ഇടതുപക്ഷം ജയിക്കുന്ന. കാരണം 30,000 വോട്ടിൻ്റെ വ്യത്യാസമല്ലേ. കൊല്ലം നിയോജകമണ്ഡലത്തിൽ ഭൂരിപക്ഷം കിട്ടിയ 30,000 വോട്ട് ഇക്കൊല്ലം ചടയമംഗലം പോണ്ടൂർ 2 അസംബ്ലി നിയോജകമണ്ഡലം കൊണ്ട് തന്നെ പോയി കിട്ടും. അതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ ഒരു ഇടതുമുന്നണിക്ക് ഒരു വലിയ സ്വീകാര്യത വർദ്ധിച്ചു വരണമെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു മാജിക്? അതിൻ്റെ മാജിക്കൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ അതിൻ്റെ കാരണം കുറെ കൂടി മുന്നണി കുറെ കൂടെ ശക്തമായിട്ടുണ്ട്. ആ ശക്തി തീർച്ചയായിട്ടും പ്രതിഫലിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ കേരള കോൺഗ്രസ് ബിയുടെ ശക്തിയെ കുറിച്ചാണോ സാർ? അല്ല, അത് അതിലുണ്ടല്ലോ. അതും മുന്നണി വരുന്ന ഒരു കക്ഷിയാണല്ലോ. പക്ഷെ അതൊരു ജയത്തെയും പരാജയത്തെയും നിർണ്ണയിക്കാനും മാത്രം
ശക്തി പ്രദാനം ചെയ്യാൻ കഴിയുമല്ലോ. അത് അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്, ബാലകൃഷ്ണപിള്ള സഹായിക്കുമ്പോൾ ജയിക്കും, അല്ലേ തോക്കുമെന്ന് പറഞ്ഞു. നന്നായി ഓർത്തു വെച്ചു അല്ലേ? ഓർത്തു വെച്ചു. അത് തന്നെ അതിൻ്റെ കാര്യം. റൈറ്റ്. ഏതായാലും നമുക്കത് തെരഞ്ഞെടുപ്പിൽ കാണാം. പക്ഷേ ഈ നേരത്തെ താങ്കൾ കാണാനൊന്നുമില്ല, ഒരു സംശയവും വേണ്ട. ഏതായാലും ഈ ഒരു NSSന്റെ നിലപാട് തന്നെയാണ് ശബരിമലയുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ശബരിമലയിൽ പോവുകയും സ്ത്രീകൾ അവിടെ വരികയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളയാളാണ്. പിന്നെയും ഈ ആചാരം കോടതി ഇടപെടരുത് എന്ന് പറയുന്നതിൽ ഒരു ശരിയില്ല. അതിൻ്റെ കാരണം ഹൈന്ദവ തത്വങ്ങളെല്ലാം ആചാര്യന്മാർ പറഞ്ഞതനുസരിച്ചാണ്. അതായത് ഈ ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഹിന്ദുമതം സ്ഥാപകനില്ലാത്ത മതമാണ്. സ്ഥാപകനില്ലാത്ത ഒരു മതം നമ്മൾ അന്വേഷിച്ച് കിടന്നാൽ സ്ഥാപകനില്ലാത്ത ഒരു മതമെന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വരുന്നത് ഹിന്ദുമതമാണ്. അപ്പോൾ ഈ പതിവുകളും ചിട്ടകളും സംസ്കാരവും അതിൻ്റെ വിശ്വാസങ്ങളും ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആചാര്യന്മാരാണ്. അത് മാറ്റണമെങ്കിൽ അവർക്കേ അവകാശമുള്ളൂ. ആ ആചാരത്തെ മുറുകെ പിടിച്ച NSSന്റെ ആ വാദത്തെ താങ്കൾ പിന്തുണയ്ക്കുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയമായി സമീപിച്ച NSSന് പിശകിയോ അതിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് പിശകിയോ? പിശകില്ല. അത് സമദൂരം NSSന്റെ ആധികാരികമാണ്. സുകുമാരൻ നായർക്ക് വിട്ടില്ല. കാരണം ശക്തമായ ഇടതുപക്ഷ വിമർശനം തെരഞ്ഞെടുപ്പിൽ കാണാം എന്ന നിലയിൽ ഒരു വെല്ലുവിളി വെച്ചാൽ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. NSS ഒരിക്കലും മന്നത്ത് പത്മനാഭന്റെ കാലത്ത് പോലും സമദൂരം വിട്ടിട്ടില്ല. സമദൂരം വിടാൻ നോക്കല്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഞാനും രാമേന്ദ്രൻ നായരും ഒരുമിച്ച് ഒരു മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ്സുകാരനായ ഞാനും അന്ന് ഞാൻ NSS ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, പിന്നെ യൂണിയൻ പ്രസിഡൻറ്റുമാണ്. അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും അതുണ്ടായിക്കൂടുന്നില്ല. പക്ഷെ ഇന്ന് പറയുന്ന സമദൂരം എന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ഭംഗിവാക്ക് മാത്രമാണ്. കാരണം ആദ്യത്തെ ടാർഗറ്റ്, ആദ്യത്തെ ലക്ഷ്യം ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് NSSനെ സംബന്ധിച്ച്. അത് NDP ഉണ്ടാക്കിയപ്പോഴും അത് തന്നെയായിരുന്നു. അതുപോലെയാണോ ഇന്ന്? അല്ല, NDP ഉണ്ടാക്കിയപ്പോൾ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ആ സമദൂരം എന്ന് പറയുന്നത് അർത്ഥമില്ലാത്തൊരു പ്രയോഗം മാത്രമാണ് ഇന്ന്. ഇന്നെന്നല്ല, സമദൂരമെന്ന് പറഞ്ഞാലും NSS ആരെങ്കിലും ശ്രീ മന്നത്ത് പത്മനാഭന്റെ കാലത്ത് അദ്ദേഹം ഇറങ്ങി പറയുന്നതാണ്. അതെ, ഒരു നായന്മാർ വോട്ട് ചെയ്ത് പിന്നെ വ്യക്തികളെ നോക്കാറുണ്ട്, താല്പര്യങ്ങളുണ്ട്. പക്ഷെ ഇത്തവണ NSSന്റെ ആ ഒരു കടുത്ത വിയോജിപ്പ് താങ്കൾ അടക്കമുള്ള ഈ മണ്ഡലങ്ങൾ, താങ്കളുടെ പ്രവർത്തകർ, താങ്കളെ സ്നേഹിക്കുന്നവരടക്കമുള്ളവരെ ബാധിച്ചാൽ ഇടതുമുന്നണിക്ക് ദോഷം ചെയ്യും? ബാധിച്ചാൽ ദോഷം ചെയ്യും. ബാധിക്കുമോ? അത്ര ഒരു ശക്തമായ ഒരു നിലപാട് NSSന്റെ ജനറൽ സെക്രട്ടറി എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനും സ്വാധീനത്തിനുമാണോ ശക്തി, അതോ R ബാലകൃഷ്ണപിള്ളയുടെ നിലപാടിനും തെരഞ്ഞെടുപ്പിൽ R ബാലകൃഷ്ണപിള്ളയ്ക്ക് NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പടങ്ങാനൊന്നും ഇല്ലല്ലോ. ശക്തി ആർക്കാന്ന് അറിയിക്കാനും ആഗ്രഹവും. തെരഞ്ഞെടുപ്പിൽ NSSന്റെ ജനറൽ സെക്രട്ടറി എടുക്കുന്ന തീരുമാനം അനുസരിക്കുന്നവരും കേൾക്കുന്നവരും ധാരാളം കാണും, അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ അത് കൂടുതലും കോൺഗ്രസ്സുകാരും BJPക്കാരുമാണോ? ആയിരിക്കും. ഒന്ന്. രണ്ട്, അതിനൊരു മറുവശമുണ്ട്. മറ്റ് വിഭാഗങ്ങൾ പോളറൈസേഷൻ വർദ്ധിക്കും. ഹിന്ദുവിലടക്കം, ഹിന്ദു കമ്മ്യൂണിറ്റിയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ഒക്കെ. അങ്ങനെ പരസ്യമായി വളരെ പച്ചയ്ക്ക് ശക്തമായൊരു നിലപാട് NSS ജനറൽ സെക്രട്ടറി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ ഇപ്പുറത്തുണ്ടാകും. അത് കോമ്പൻസേറ്റ് ചെയ്തു പോകും. ഇത് ഒരേ സമയം NSS ജനറൽ സെക്രട്ടറിയോടും കൂടിയാണ് താങ്കൾ പറയുന്നത്? അല്ല, ഈ മുന്നറിയിപ്പ് ഇല്ലല്ല, ജനറൽ സെക്രട്ടറിക്ക് അതൊക്കെ അറിയാമല്ലോ. ഞാനിവിടെ ഉപദേശിക്കാം താങ്കളോടും അല്ലെങ്കിൽ മകൻ ഗണേഷ് കുമാറിനോടും ഈ നിലപാട് കൂടുതൽ ഇടതുമുന്നണിയുമായി സഹകരിച്ച് നിൽക്കുന്നത് കൊണ്ട് ഒരു വല്ലാത്ത അനിഷ്ടവും അതൃപ്തിയും NSS നേതൃത്വത്തിനുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചിലപ്പോൾ കാണും. അത് വകവെക്കുന്നു. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ 62 കൊല്ലക്കാലത്തെ NSSുമായുള്ള ബന്ധത്തിൽ ഞാൻ പലപ്പോഴും NSSന്റെ രാഷ്ട്രീയത്തോട് വിയോജിച്ചിട്ടുണ്ട്. പക്ഷേ NSSനുണ്ട്. ഈ കാലയളവിലെ NSSന്റെ പ്രവർത്തനവുമായി താങ്കൾക്ക് സഹകരിക്കാനായിട്ടുണ്ടോ? താങ്കളുമായി ഒരു ആശയവിനിമയം NSS നേതൃത്വം നടത്താറുണ്ടോ? ഞാൻ എൻ്റെ ഇപ്പോഴും യൂണിയൻ്റെ പ്രസിഡന്റ്. അല്ല, ഇവിടെ അല്ല, ഞാൻ പെരുന്നേലെ കാര്യമാണ്. പെരുന്നേൽ പണ്ട് ഞാൻ അങ്ങനെ അധികം അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാറില്ല, ഒരിക്കലും ഇടപെടാറില്ല. ആചാര്യൻ്റെ കാലം മുതൽ ഇപ്പോൾ ഈ ആചാര്യൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഒരാളെ ഇപ്പോൾ ജീവിച്ചിരിപ്പണമെന്നായിരിക്കും ഉള്ളത് ഞാനാണ്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഒരു നിലപാട്, ഞാൻ പെരുന്നേലെ രാഷ്ട്രീയമായിട്ടോ പെരുന്നേലെ കാര്യങ്ങളുമായിട്ടോ അധികം ഇടപെടാറില്ല, മനഃപൂർവ്വം. ഞാൻ താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായി അത് നോക്കും,
അവിടെ ചെയ്യാവുന്നതെല്ലാം ചെയ്യും. അതൊരു വലിയ യൂണിയനാക്കി മാറ്റി. ആ ബോധ്യത്തിൽ നിന്നാണോ ഇത്രയും ഇപ്പോൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്, ഇവിടുത്തെ ആളുകളുടെ ഒരു വികാരവും നിലപാടും മനസ്സിലാവുന്നത് കൊണ്ടാണോ ഇങ്ങനൊരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയത്? അല്ല, ഞാൻ മൊത്തത്തിൽ രാജ്യത്തൊട്ടാകെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും, നായന്മാരുടെ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഈ മറ്റൊന്ന് ഒന്ന് ചുരുക്കത്തിൽ സാറിൻ്റെ തട്ടകത്തിലെ കേരള കോൺഗ്രസിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ മാണി ഗ്രൂപ്പിൽ സംഭവിക്കുന്നത്, കെ എം മാണിയെ നന്നായി അറിയാം, ഒരുപാട് കാലത്തെ അനുഭവം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ജോസഫ് ഗ്രൂപ്പ്, പി ജെ ജോസഫിന് മാണിയുമായുള്ള രാഷ്ട്രീയ ബന്ധം അവസാനിപ്പിക്കേണ്ടി വരുമോ? ജോസ് കെ മാണിയെ വീണ്ടും പാർട്ടി നമ്മളിന്ന് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അങ്ങനെ വേണ്ടി വരുമെന്ന് എൻ്റെ വിശ്വാസം. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എന്താണെന്ന് ജോസഫിനെ പറ്റി പറയാൻ നോക്കില്ല. അതാണ് മുന്നനുഭവം. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മാണിയും ജോസഫും പിരിഞ്ഞ് 2 ഗ്രൂപ്പായി UDF തുടരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇടതുമുന്നണിയിലേക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഇടതുമുന്നണിയിലേക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇപ്പം ഈ മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇനി നാളെ എന്ത് ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് പറയാനൊക്കെ. ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ശ്രീ കെ എം മാണിയുടെ മനസ്സിലിരിപ്പ് എങ്ങനെയാവാം? മരുമകൾ സ്ഥാനാർത്ഥിയാകുമോ? പാർട്ടിക്കാർ സ്ഥാനാർത്ഥിയാകുമോ? മാണിയെ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാണി ആദ്യം ഒരു തല്ലുണ്ടാക്കും ഇതിനകത്ത്, പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥിന് വേണ്ടി. അവസാനം ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയെ മാണി നിശ്ചയിക്കും. അതാരായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അത്രയുള്ള അതിൻ്റെ കാര്യം. മാണി ഉദ്ദേശിക്കുന്ന ആളെ നിർത്തും. രാജ്യസഭയിൽ കളിച്ച കളി തന്നെ ഇതിലും കളിക്കും. രാജ്യസഭയുടെ സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരെയും മോഹിപ്പിച്ചു. അവസാനം പറഞ്ഞു മകൻ തന്നെ പോകട്ടെ എന്ന് മാണി തീരുമാനിച്ചു. അതുപോലെ അതേ സംഭവ വികാസമാണ് ലോക്സഭയിലും വരാൻ പോകുന്നത്. പാർട്ടി ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായി. ഇപ്പോൾ ബേസ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം എന്നതുപോലുള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം ഞങ്ങളിപ്പോൾ താല്പര്യപ്പെടുന്നതേയില്ല. സാഹചര്യം മാറി വരുമ്പോൾ രാഷ്ട്രീയമായി ഇപ്പം നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അത് അവരും കൂടെ പറയേണ്ട കാര്യമാണ്. അങ്ങേപ്പുറത്ത് സഹിക്കവയ്യാത്ത ഉമ്മൻചാണ്ടി മുതൽ താഴോട്ടുള്ളവരുടെ അഴിമതിയും ഇത്രയും വൃത്തികെട്ട ഒരു മുന്നണി കണ്ടിട്ടില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആണ് ആ മുന്നണി വിട്ടത്. പിന്നെ പുതിയ പാർട്ടികൾ വല്ലതും ലയിക്കാനോ കൂടാനോ ഞങ്ങളുടെ കൂടെ വന്നാൽ അതിൻ്റെ അംഗസംഖ്യയും അതിൻ്റെ സ്വാധീനവും അതിൻ്റെ നിലനിൽപ്പുമൊക്കെ നോക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ പാർട്ടി ചെയർമാൻ്റെ ഒപ്പം തന്നെയാണോ MLA ഗണേഷ് കുമാർ? R ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പമാണോ മകൻ ഗണേഷ് കുമാർ? ഇത് രണ്ടും ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഇടക്കാലങ്ങളിൽ ചില അഭിപ്രായ അവൻ്റെ ചില സ്വഭാവങ്ങളാണ്. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും കാണുന്നില്ല. ശുഭാപ്തി വിശ്വാസമാണല്ലേ ഇടതുമുന്നണിക്ക് താങ്കളുടെ സ്വാധീന മേഖലകളിൽ വിജയം? അതിനെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പഴയ കാലമല്ല, സ്ഥാനാർത്ഥിയെ കൂടെ നോക്കിയാണ്. കുറ്റിച്ചൂലിനെ നിർത്തിയാൽ ജയിക്കുന്ന കാലമായിരുന്നു. ഇപ്പോൾ അതല്ല. സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് ഒന്ന് നിറഞ്ഞു വന്നതിന് ശേഷം അന്ന് അഭിപ്രായം പറയുമ്പോൾ ഞാൻ കൃത്യമായി പറയാം എത്ര സീറ്റ് കിട്ടുമെന്ന്. പറഞ്ഞാൽ അത് കിട്ടുകയും ചെയ്യും. നിയമസഭയ്ക്കൊക്കെ ഞാൻ പറഞ്ഞ അതേ സീറ്റ് കിട്ടിയിട്ടുണ്ട്. 2016 ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. 90 സീറ്റിലധികം കിട്ടും, 92 സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അത് പത്രങ്ങളിലൊക്കെ വരികയും ചെയ്തു. സ്ഥാനാർത്ഥികളൊക്കെ ഒന്ന് വന്നതിന് ശേഷം ഞാൻ പറയാൻ എത്ര സീറ്റ് കിട്ടും. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടും. അടിപതറില്ല. ഭൂരിപക്ഷം സീറ്റ് കിട്ടും. ഒരു സംശയവും ഇന്നത്തെ നിലയ്ക്ക് എങ്ങനെയൊക്കെ ആയാലും ഇപ്പം കേൾക്കുന്നിടത്തോളം ഉള്ള കാൻഡിഡേറ്റ്സിലേക്ക് വെച്ചെടുത്താൽ പോലും നല്ല ഭൂരിപക്ഷം കിട്ടും. 10-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ 10ഒന്നുമല്ല, 10-ൽ കൂടുതൽ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 10-ൽ കൂടുതലാണ്. അതെ. ഇനി സ്ഥാനാർത്ഥികൾ വരട്ടെ. സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണ കിട്ടാതെ പോയ 2 സീറ്റും കൊല്ലം ജില്ലയിൽ കിട്ടും എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ മാറ്റമല്ലേ. കൊല്ലവും മാവേലിക്കരയും. നന്ദി, ശ്രീ R ബാലകൃഷ്ണൻ.